പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കേരള യൂണിവേഴ്സിറ്റിയുടെ 4 വർഷ ഡിഗ്രി കോഴ്സുകൾക്ക് അപേക്ഷ ക്ഷണിച്ച വിവരം എല്ലാവർക്കും അറിയാവുന്നതാണ്. അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ജൂൺ 14. അപേക്ഷാ സമർപ്പണം കഴിഞ്ഞാൽ പിന്നെ വിദ്യാർത്ഥികൾക്ക് അതിന്റെ അലോട്ട്മെന്റ് നടപടിയിലേക്ക് കടക്കും. വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കുന്ന സമയത്ത് ഓരോ കോളേജിന്റെയും ഓപ്ഷൻ കൊടുക്കുമ്പോൾ കഴിഞ്ഞ വർഷം ലാസ്റ്റ് ആയിട്ട് അഡ്മിറ്റ് ചെയ്ത വിദ്യാർത്ഥിയുടെ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥിയുടെ ഇൻഡെക്സ് മാർക്ക് എത്രയെന്ന് വിദ്യാർത്ഥികൾക്ക് അറിയാൻ താല്പര്യം ഉണ്ടായിരിക്കും. എനിക്ക് 1067 എൻ്റെ ഇൻഡെക്സ്. കഴിഞ്ഞ വർഷം ഞാൻ നോക്കുന്ന കോളേജിൽ കഴിഞ്ഞ വർഷത്തെ ലാസ്റ്റ് ഇൻഡെക്സ് എത്രയാണ്? 1067 കുറവാണെങ്കിൽ എനിക്ക് ഈസി ആയിട്ട് അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ വർഷം അത്രേ ഉള്ളൂ. ചിലപ്പോൾ അതിനാണ്ടി കൂടാം, ചിലപ്പോൾ അതിനാണ്ടി കുറയാം. എന്നാലും നമുക്ക് അതിൻ്റെ ഒരു ഓരോ കോളേജിന്റെയും ഇൻഡെക്സ് മാർക്ക് ലാസ്റ്റ് ചേർത്തത് അറിയാൻ താല്പര്യമുണ്ടാവും. അതെങ്ങനെ നോക്കാമെന്ന് വിദ്യാർത്ഥികൾ ചോദിക്കേണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നത്. ആബിദ് ഡോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാവുന്നതാണ്. അതിനു മുന്നേ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കാം. ലാസ്റ്റ് ഇൻഡെക്സ് ഓഫ് FUGP ഓൺലൈൻ അഡ്മിഷൻ 2025. ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിനുള്ള ഓപ്ഷൻ വരുന്നതാണ്. മറ്റു യൂണിവേഴ്സിറ്റികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതിൽ ഓരോ കോഴ്സ് ബേസ് ഇതിൽ തരുന്നുണ്ട്. ഇപ്പൊ ഇവിടെ നോക്കാം. BA അറബിക് ഓണേഴ്സ്, യൂണിവേഴ്സിറ്റി കോളേജ് പാളയം, തിരുവനന്തപുരം 1069 ഇൻഡെക്സ് മാർക്ക്. ഓക്കെ. MSM കോളേജ് കായംകുളം 886 ഇൻഡെക്സ് മാർക്ക്. ഇനി BA ഇംഗ്ലീഷ് ആൻഡ് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്, ഗവൺമെന്റ് KNM ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കാഞ്ഞിരംകുളം, തിരുവനന്തപുരം 1186 ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക്. അൽസൈൻ കോളേജ് തിരുവനന്തപുരം 1207 207.2 ജനറൽ മെറിറ്റ്. ഇതിൽ നമുക്ക് ഇയവ 1106, മുസ്ലിം 1089. ഇവിടെ നോക്കാം, ഓരോന്നിന്റെയും ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് ഇവിടെ കാണാം. ഓക്കെ. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓരോ കോളേജിലെയും ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പൊ ഇവിടെ ലൈനിട്ട ഭാഗത്ത് ചിലതിൽ ഇവിടെ ലൈനുകളാണ് കാണുന്നത്. അതിനർത്ഥം ഒന്നെങ്കിൽ ആ സീറ്റിലേക്ക്, ആ കോളേജിലെ ആ സീറ്റുകളിലേക്ക് ആ കമ്മ്യൂണിറ്റി എന്നുള്ള ആളുകൾ അഡ്മിഷൻ എടുത്തിട്ടില്ല, അല്ലെങ്കിൽ ആ കമ്മ്യൂണിറ്റിക്ക് ആ കോളേജിൽ സീറ്റില്ല എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാവും. ഉദാഹരണത്തിന് ഇവിടെ ഈയവ കമ്മ്യൂണിറ്റിക്ക് ഈ കോളേജിൽ അറബിക്ക് സീറ്റ് ഉണ്ട്, പക്ഷെ ഇവിടെ വന്നിട്ടില്ല. ഓക്കെ. എന്നാൽ എയ്ഡഡ് കോളേജുകളിൽ ഈയവ, മുസ്ലിം, OBX ഇങ്ങനെ കാറ്റഗറിക്ക് അഡ്മിഷൻ ഇല്ല, പക്ഷെ അവിടെ SC STക്ക് ഉണ്ട്. SC വന്നിന്, ST വന്നില്ല. അങ്ങനെ ചെറിയ ചെറിയ മാറ്റം. ഗവൺമെന്റ് കോളേജിൽ എല്ലാ കാറ്റഗറിക്കും, എയ്ഡഡിൽ ഉണ്ടായിരിക്കില്ല. അവിടെ അതിന് പകരം കമ്മ്യൂണിറ്റി കോട്ടയാണ് ഉണ്ടായിരിക്കുക. പിന്നെ സെൽഫ് ഫിനാൻസിങ്ങിലും ഉണ്ടായിരിക്കും. ഇവിടെ നോക്കാം, സെൽഫിലെത്തിയപ്പോൾ KTCT കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് കല്ലമ്പലം, തിരുവനന്തപുരം. ഇവിടെ എത്തിയപ്പോൾ ഇയവണ്ട് എല്ലാം ഉണ്ട്, പക്ഷെ അതിന് തൊട്ട് മുന്നിൽ ചില എയ്ഡഡ് കോളേജിൽ ഉണ്ടായിരിക്കില്ല. അത് അതിൻ്റെ ഒരു ഗവൺമെന്റ് കോളേജിൽ എല്ലാ കാറ്റഗറിക്കും സീറ്റ് ഉണ്ട്. അപ്പൊ ഈ രീതിയിലാണ് ഇതിന്റെ കാര്യങ്ങളുള്ളത്. ഇത് നിങ്ങൾക്ക് നോക്കി ഓരോ കോഴ്സിൻ്റെതും നോക്കി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട്. ഓക്കെ, താങ്ക് യു.